നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ ദോഫാർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഷാലിം അൽ ഹല്ലാനിയത്ത് ദ്വീപുകളിൽ പുലർച്ചെ 1:05 അനുഭവപ്പെട്ടതെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സലാല നഗരത്തിൽ നിന്ന് ഏകദേശം 187 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും സർവകലാശാലയുടെ EMC റിപ്പോർട്ട് പറയുന്നു. ഔഖാദ്, ന്യൂ സലാല, ചൌക്ക് നമ്പർ 5, സാദ, ഹാഫ എന്നിവിടങ്ങളിൽ നേരിയ ചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസവും UAEക്ക് പിന്നാലെ ഒമാനിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. UAEയിൽ ഭൂചലനം ഉണ്ടായി ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴാണ് 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഒമാനിൽ അനുഭവപ്പെട്ടത്. സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രാവിലെ 10 മണിയോടെ സൂറിൽ അനുഭവപ്പെട്ട ഭൂചലനം പ്രദേശവാസികളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. സൂർ വിലായത്തിന് 57 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. സൂറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും കടകളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തെക്കൻ അൽ ഷർഖിയ ഗവർണറേറ്റിലെ പ്രദേശവാസികൾക്കും ഭൂചലനം അനുഭവപ്പെട്ടു. തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ സൂർ, ജഅലാൻ, ബാനി, ബു അലി, സുവൈ, റാസ് അൽ ഹദ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതുപോലെ കഴിഞ്ഞ മാസം UAEയിൽ ഉണ്ടായ ഭൂചലനത്തിൽ രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തത്. ഫുജൈറയിലെ ദിബ്ബ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റിയോറോളജി അറിയിച്ചത്. നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അൽ ബദിയ ഏരിയയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇത്തരത്തിൽ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ട വിവരം പങ്കുവച്ച് എത്തിയിരുന്നു. ഭൂനിരപ്പിൽ നിന്നും 5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. ഭൂചലനം അനുഭവപ്പെട്ടതായി ദിബ്ബ മേഖലയിലെ നിരവധി താമസക്കാർ പറഞ്ഞു. അതേസമയം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശക്തി കുറഞ്ഞ ഭൂചലനമാണ് ഉണ്ടായതെന്നും വിദഗ്ധർ വ്യക്തമാക്കിയത്. പല താമസക്കാർക്കും ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.